ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധനീസ് കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബട്ടർനട്ട് ഫ്രൂട്ട് വെച്ചിട്ട് നമുക്ക് ഒരു ഡ്രൈ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് നല്ല ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല വിഭവമാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ചെറിയ ബട്ടർനട്ട് ഫ്രൂട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കണം. ഇങ്ങനെ 2 ബട്ടർനട്ട് ഫ്രൂട്ടിൻ്റെയും തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ നേരെ ഇങ്ങനെ പകുതിയാക്കി വെക്കണം. ഇങ്ങനെ മുറിച്ച് വെക്കണം. ഇങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മത്തങ്ങയുടെ ആ നടുഭാഗം പോലെയാണ് നമുക്ക് ഏകദേശം ഇത് കാണാനുണ്ടാവുക. അതേപോലെയുള്ള കുറച്ച് വലിപ്പമുള്ള കുരു എല്ലാമാണ് ഇതിനുള്ളത്. ഇനി ഈ നടുഭാഗത്തുള്ള കുരുവൊക്കെ എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ കുരുവൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു ഒത്ത വലിപ്പത്തിൽ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ആ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇതിനകത്തേക്ക് ഇനി കുറച്ച് മസാലപ്പൊടി ചേർക്കാനുണ്ട്. എന്നിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരല്പം ഗാർലിക് പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു നുള്ള് വെള്ളം ഒഴിച്ചിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ഈ പൗഡറെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ രീതിയിൽ ഒരു കൊഴുമ്പ് രൂപത്തിൽ കിട്ടുന്ന അത്രയും മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലക്കൂട്ടിലേക്ക് ഈ ബട്ടർനട്ട് ഫ്രൂട്ട് അരിഞ്ഞു വെച്ച ബട്ടർനട്ട് ഫ്രൂട്ട് ഇതിലേക്ക് ചേർത്ത് നല്ലോണം കൈവച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ പുരട്ടി മസാലകളെല്ലാം അതിന് മുകളിൽ പിടിച്ച് കിട്ടുന്ന പോലെ അതേപോലെ നന്നായിട്ടൊന്ന് ഇങ്ങനെ പുരട്ടി വെക്കണം. ഇനി ഒരു സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിനകത്തേക്ക് ഞാനൊരല്പം ഒലിവ് ഓയിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയൊക്കെ ചേർക്കാം. ഞാനിതിനകത്തേക്ക് ഒരല്പം ഒലിവ് ഓയിൽ ഒന്ന് ചേർത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ഈ ബട്ടർനട്ട് കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പാനിലേക്ക് ഇട്ട ശേഷം ഇതേപോലെ തവി കൊണ്ട് എല്ലാം ഒന്ന് വിട്ട് അതിൻ്റെ ഓരോന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് തവി കൊണ്ട് ഇങ്ങനെ ആക്കി വെക്കണം. ഏറ്റവും മുകളിലായിട്ട് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ കൂടി ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരടപ്പ് വെച്ച് മൂടി വെക്കാം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മൂടി വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഒരു 2 മിനിറ്റിന് ശേഷം ഇതെടുത്ത് നോക്കിയാൽ ഇതുപോലെ നല്ല ടേസ്റ്റുള്ള ഒരു ഡ്രൈ ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ഇനിയും പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.